നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഭക്ഷണത്തിനോടൊപ്പം ചായ കുടിക്കുന്ന ശീലം നമ്മളിൽ പലർക്കും ഉള്ളതാണ്. എന്നാൽ ചായ കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ചായയിൽ ടാനിൻ എന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അയൺ, സിങ്ക്, കാൽസ്യം ഈ പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിനെ തടയും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് വളരെ സ്ലോ ആയി പോകും. അതായത് കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരത്തിന് ലഭ്യമാകുന്നത് തടയാൻ ചായയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിനോടൊപ്പം ചായ എന്നൊരു ശീലം മാറ്റുന്നതാണ് നല്ലത്. ഇതുപോലെ ഭക്ഷണത്തിനോടൊപ്പം ചായ കുടിച്ചാൽ പ്രോട്ടീൻ ദഹനം പ്രോപ്പറായിട്ട് നടക്കത്തില്ല. പ്രോട്ടീൻ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വേണ്ട രീതിയിൽ ദഹിക്കുന്നുമില്ല എന്ന് വന്നാൽ വയറിന് അസ്വസ്ഥതയുണ്ടാവാം. ഗ്യാസ്, അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വയറ് ബ്ലോട്ടിംഗ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം. ഇതിനാൽ ഭക്ഷണത്തിനോടൊപ്പം പ്രത്യേകിച്ചും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചായ അതിൻ്റെ കൂടെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ചായയുടെ കടുപ്പം ഇഷ്ടപ്പെടുന്ന പലരുമുണ്ട്. നല്ലതുപോലെ തിളപ്പിച്ച് കുടിക്കുന്നതാണ് പലർക്കും ഇഷ്ടം. ചായ കൂടുതൽ നേരം കൂടുതൽ പൊടിയോടെ കിടന്ന് തിളയ്ക്കുമ്പോഴാണ് കടുപ്പം കൂടിയ ചായ ലഭിക്കുന്നത്. എന്നാൽ കൂടുതൽ നേരം തേയിലപ്പൊടി ഇട്ട് ചായ തിളപ്പിക്കുമ്പോൾ ശരീരത്തിന് ദോഷകരമാകുന്ന ടാനിൻ എന്ന കണ്ടന്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനുള്ള പരിഹാരം കുറഞ്ഞ നേരം തേയിലയിട്ട് തിളപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ശീലവും നമ്മളിൽ പലർക്കും ഉള്ളതാണ്. ഇതും ദോഷം വരുത്തും. കാരണം ഇത് ഗ്യാസ്, അസിഡിറ്റി, ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വെറും വയറ്റിൽ ചായ ഒഴിവാക്കി ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം മാത്രം ചായ കുടിക്കുക. അതുപോലെ ചായ, കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അസിഡിറ്റി ഉള്ളവർക്ക് പ്രത്യേകിച്ച് ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അസിഡിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചായയോ കാപ്പിയോ കുടിച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതും അതിന് ഒരു പരിഹാര മാർഗമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണത്തിനോടൊപ്പം തന്നെ ചായ കുടിക്കാതിരിക്കുക. കാരണം ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ടാനിൻ എന്ന കണ്ടന്റ് ചായയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ബ്ലോക്ക് ചെയ്യും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1 hour ഒക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.